ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലൂക്കോസിന് ശേഷം 13-16 വാക്യം വായിക്കാം. ലൂക്കോസ് 13:16. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവൾ പിശാച് ബന്ധിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ മുതുക് കുനിഞ്ഞു പോയത്. 18 കൊല്ലമായി കൂന് മുതുക് കുനിഞ്ഞുപോയി. പിശാച് ബന്ധിച്ചത് കൊണ്ടാണ്. സാത്താൻ്റെ ബന്ധനം കൊണ്ട് രോഗങ്ങൾ വരാം. സാത്താൻ്റെ ബന്ധനങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള വ്യാധികൾ വരാം. സാത്താൻ ബന്ധിച്ചു. സാത്താൻ ബന്ധിച്ചതുകൊണ്ട് ആ പാവം സ്ത്രീയുടെ നട്ടെല്ല് വളഞ്ഞുപോയി. സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിനോളായി ഇവളെ ഈ ശബദങ്ങളിൽ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് ബന്ധനം അഴിച്ചുവിട്ടു. ആ സ്ത്രീ നടന്നു വരികയായിരുന്നു. കർത്താവ് ആ സ്ത്രീയെ കാണുമ്പോൾ ആ സ്ത്രീയെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ശക്തിയാണ് കർത്താവ് കാണുന്നത്. ആ സ്ത്രീയെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ശക്തി. കർത്താവ് പിശാചിനെ കാണുന്നു, മനുഷ്യരും കാണുന്നില്ല. നിത്യനായ ദൈവപുത്രൻ പിശാചിനെ കാണുന്നു. പിശാച് പാവം സ്ത്രീയെ വളച്ചിരിക്കുകയാണ്, പിടിച്ച് വളച്ചിരിക്കുകയാണ്. എത്ര വർഷമായി കർത്താവിനറിയാം? 18 സംവത്സരമായി, 18 കൊല്ലമായി ഇങ്ങനെ കുനി നടക്കുന്നു പാവം സ്ത്രീ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. കർത്താവ് സഹതാപത്തോടെ സ്ത്രീയെ നോക്കി. സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ആ സാധുവായ സ്ത്രീയെ കർത്താവ് നോക്കി. സാത്താൻ്റെ ബന്ധനത്തിലാണെങ്കിലും കൂട്ടായ്മയ്ക്ക് എല്ലാ ആഴ്ചയിലും വരുമായിരുന്നു. സംഘാലയത്തിൽ എല്ലാ ആഴ്ചയിലും വരുമായിരുന്നു. അന്നും പതിവ് പോലെ വന്നു. പക്ഷേ കുനിയാണ് വരുന്നത്. കർത്താവ് അവളെ നോക്കി. കർത്താവിന് മനസ്സിലായി ഇവളുടെ കുഞ്ഞിന് കാരണം സാത്താനാണെന്ന്, ഇവൾക്ക് രോഗം വരാൻ കാരണം പിശാചാണെന്ന്. നിത്യനായ ദൈവത്തിന് അറിയാമല്ലോ. ദൈവം അത് കണ്ടു. കർത്താവ് ആ സ്ത്രീ അടുക്ക വിളിച്ചു. ആ സ്ത്രീ ആ കൂനി നിൽക്കുന്ന നിലയിൽ തന്നെ തല പയ്യെ പൊക്കി നോക്കി. വിഷമിച്ചാണ് തല പൊക്കിയത്. കർത്താവ് അവളുടെ അടുക്കിലേക്ക് നീങ്ങിച്ചെന്നു. കർത്താവ് ആരോടും ചോദിച്ചില്ല, ആ സ്ത്രീയോടും ചോദിച്ചില്ല. ആ സ്ത്രീയുടെ മുതുകത്ത് കർത്താവിൻ്റെ കരം വെച്ചു. ആ മുതുകത്ത് കർത്താവിൻ്റെ കരം വെച്ച് കർത്താവ് ആ സ്ത്രീയെ അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ കരം തൊട്ടപ്പോൾ പെട്ടെന്ന് ഇതാ സ്ത്രീ നിവരുന്നു. എന്തൊരത്ഭുതം! 18 കൊല്ലമായി വളഞ്ഞു പോയിരുന്ന നട്ടെല്ല് നിവർന്നു വരുന്നു. അത്ഭുതം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിശാച് ബാധ മൂലം രോഗങ്ങൾ വരുന്നു. പിശാചിൻ്റെ ബാധ മൂലം പാവം വരുന്നു. പിശാചിൻ്റെ ബാധ മൂലം രോഗം വരുന്നു. നോക്കൂ, സാത്താൻ 18 കൊല്ലമായി ആ സ്ത്രീയെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ രോഗങ്ങൾ മാറും. എങ്ങനെ മാറും? ബന്ധനം കഴിയുമ്പോൾ രോഗം മാറും. പാപത്തിന് കഴിയുമ്പോൾ രോഗം മാറും. പാപത്തിന് ബന്ധനം കഴിയുമ്പോൾ രോഗവും മാറും. ഇതൊരു സത്യമാണിത്. രോഗം അല്ലാതെയും വരാം, പക്ഷേ പാപത്തിന് ബന്ധനം കൊണ്ട് രോഗം വരാം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന് രോഗമുണ്ടായിരുന്നു. അത് നിരന്തരം കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന രോഗമായിരുന്നു എന്നാണ് പിതാക്കന്മാർ പറയുന്നത്, വേദവ്യാഖ്യാതാക്കൾ പറയുന്നത്. എന്നുമാകട്ടെ, അപ്പോസ്തലന് എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ജോലി ചെയ്യാൻ സാധിക്കില്ല. കൂടാരപ്പണിയാണ് ജോലി. കൂടാരപ്പണി ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ അതൊന്നും സഹിച്ചുകൊണ്ട് കൂടാരപ്പണി ചെയ്തുകൊണ്ടിരുന്നു. ഉപജീവനത്തിന് മാർഗം വേണമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരു സ്ത്രീ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇതൊന്ന് മാറ്റി തരാമോ? അത്രമാത്രം കർത്താവിൻ്റെ അടുപ്പമുണ്ട്. കർത്താവിനോട് അത്രമാത്രം അടുപ്പമുള്ളതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, കർത്താവേ, ഇതെനിക്കൊന്ന് മാറ്റി തരാമോ? കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. രോഗം അവിടെ ഇരിക്കട്ടെ. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. രോഗം അവിടെ ഇരിക്കട്ടെ. നിനക്ക് ഏതാ വേണ്ടത്? രോഗം മാറുകയാണോ? എൻ്റെ കൃപ നിനക്ക് കിട്ടുകയാണോ? ഏതാ വേണ്ടത്? അയ്യോ കർത്താവ്, എനിക്ക് നിൻ്റെ കൃപ മതി. രോഗം മാറിയില്ലെങ്കിൽ സാരമില്ല, എനിക്ക് നിൻ്റെ കൃപ മതി, നിൻ്റെ സാന്നിധ്യം മതി. സ്തോത്രം. നിൻ്റെ സാന്നിധ്യം എനിക്ക് തരണമേ. ഒരു ഭക്തൻ പ്രാർത്ഥിക്കാൻ അതേ ഉള്ളൂ. കർത്താവേ, നീ എന്നിൽ നിന്ന് മാറിപ്പോകരുതേ. തിരുമുഖം എനിക്ക് മറയ്ക്കരുതേ. നിൻ്റെ കൃപയിൽ നിന്ന് മാറിപ്പോകരുതേ. നിൻ്റെ പ്രകാശം എന്നിൽ വിട്ടുപോകരുതേ. ദൈവത്തിന് സ്തോത്രം. രോഗം മാറും. പാവം മാറുമ്പോൾ രോഗത്തിൻ്റെ ബാധകൾ മാറും. പൈശാചിക ബാധകൾ മാറും. പൈശാചിക ബന്ധനങ്ങൾ അഴിയും. സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ അപ്പോഴുണ്ട് രോഗം മാറുന്നു, പാവം മാറുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരത്ഭുതം! ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിലോ അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമോ ചിലപ്പോൾ പെട്ടെന്നറിയാതെ മോഹാലസ്യം വരുന്നു, ബോധം കെടുന്നു, വായിൽ നിറയും പതയും വരുന്നു, കിടന്ന് പിടയ്ക്കുന്നു, കാസകലം വെറുങ്ങലിച്ചതുപോലെ ശരീരം അങ്ങ് വളരെ ബലമുള്ളതായിത്തീരുന്നു, നിലത്ത് കിടന്ന് ഉരുളുന്നു. ആർക്കപ്പോൾ അടുക്കാൻ ചെല്ലാൻ വയ്യ, ആർക്കടുക്കാൻ സാധിക്കില്ല. ഉരുളുകയും ബഹളം വയ്ക്കുകയും ആക്രോശിക്കുകയും ചെയ്യുന്നു.
അല്പം കഴിയുമ്പോൾ ശാന്തമായി ഉറങ്ങുന്നത് പോലെ കിടക്കുന്നു. ഇതൊന്നും സംഭവിച്ചതൊന്നും ആ പാവം മനുഷ്യൻ അറിയുന്നുമില്ല. ഒരു സാത്താൻ്റെ ബന്ധനമാണ്, സാത്താൻ്റെ ബന്ധനം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ശിശു നല്ല ബുദ്ധിയുള്ളൊരു കുഞ്ഞായി, ആരോഗ്യമുള്ളൊരു കുഞ്ഞായി ജനിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഉദരത്തിൽ ഉരുവാകുവാൻ നീ അനുഗ്രഹിച്ച് തന്നിട്ടിരിക്കുന്ന ഈ ശിശു വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവേ, ഈ ശിശു വളർച്ചയെത്തി ഞാൻ പ്രസവിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല ആത്മീയ വേദനയുള്ള, ഭാഗ്യമുള്ളൊരു കുഞ്ഞായി തീരാൻ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പനും പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞിനെ കർത്താവേ നീ പ്രത്യേകം പരിപാലിച്ചു കൊള്ളണമേ. ഗർഭസ്ഥമായ ശിശുവിനെ ഞാൻ കണ്ടിട്ടില്ല, കാണുന്നില്ല. പക്ഷേ നീ കാണുന്നു, നീയാണ് ഉരുവാക്കിയത്, നീയാണ് ഗർഭഫലം തന്നത്. കർത്താവേ, എൻ്റെ കുഞ്ഞ് ബുദ്ധിയുള്ള കുഞ്ഞായി, ആരോഗ്യമുള്ള കുഞ്ഞായി പുറത്തു വരാൻ ഇടയാക്കണമേ. ഗർഭിണിയാകുമ്പോൾ മുതലേ പ്രാർത്ഥിക്കണം. അപ്പനും പ്രാർത്ഥിക്കണം, അമ്മയും പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദുഷ്ടനായ പിശാചിൻ്റെ ബാധകൾ മാറിക്കിട്ടി നല്ല സുബോധമുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല ബുദ്ധിയുള്ള കുഞ്ഞ് ലഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. സാത്താൻ 18 കൊല്ലമായി ബന്ധിച്ചിരുന്നു. 18 കൊല്ലം. ഇന്ന് അനേകരും 18 കൊല്ലമല്ല, അനേകരും ഇന്ന് ജീവിതത്തിൽ അനേകം വർഷങ്ങളായി ബന്ധനത്തിലാണ്. സാത്താൻ്റെ ബന്ധനത്തിൽ ഒരിക്കലും അടക്കാനാവാത്തതുപോലെ പല്ലിറുമ്പുകയും മുഖം വിയർക്കുകയും ചുണ്ട് ചുമക്കുകയും എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കോപിച്ച് വിറയുന്നു. എന്തുകൊണ്ട്? സാത്താൻ്റെ ബാധയാണ്, പൈശാചിക ബന്ധനമാണ്. സാത്താൻ 18 കൊല്ലമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ ഈ ശബ്ദങ്ങൾ ബന്ധനഴിച്ചു വിടേണ്ടതല്ലയോ? ഇവൾ അബ്രഹാമിൻ്റെ മകളാണ്. അബ്രഹാമിൻ്റെ മകൾ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസിയുടെ പിതാവായ അബ്രഹാമിൻ്റെ മകളാണ് ഇവൾ. ഇവളുടെ ബന്ധനഴിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം വേണം. സാത്താനും സ്വാതന്ത്ര്യം വേണം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ പലരുടെയും കുടുംബങ്ങളിൽ സ്വാതന്ത്ര്യമില്ല. കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ വീടുകൾക്ക് ചുറ്റും പിശാച് വല കെട്ടിയിരിക്കുകയാണ്, വല മുറുക്കിയിരിക്കുകയാണ്, പിശാച് കെണി വെച്ചിരിക്കുകയാണ്. പലർക്കും അറിയാൻ പാടില്ല. അനേക യൗവനക്കാർ ഇന്ന് ചീത്ത ശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. പിശാച് വല വിരിച്ചതാണ്. ചീത്ത ചില കൂട്ടുകെട്ടിൽ കൂട്ടിയാണ് വന്നത്. നല്ല ഓമനപ്പേരുണ്ട്, ഫ്രണ്ട്ഷിപ്പ്. നല്ല ഓമനപ്പേരാണ്. ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ. പെൺകുട്ടി പറയും, വെറും ഫ്രണ്ട്ഷിപ്പ്, വേറൊന്നുമില്ല. ചെറുപ്പക്കാരൻ പറയും, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ്, അത്രയേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് മൊബൈൽ ഫോണിൽ കൂടെ ഇടയ്ക്ക് ഞങ്ങൾ ചാറ്റ് ചെയ്യും, ചിലപ്പോൾ വാട്സാപ്പ് മെസ്സേജസ് കൈമാറും. സോക്കെ, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പിൽ കൂടി ഈ പിശാചകത്ത് കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറുപ്പക്കാർ പറയട്ടെ, നിങ്ങളുടെ ഈ മൊബൈൽ ഫ്രണ്ട്ഷിപ്പും മൊബൈൽ ചാറ്റിങ്ങും എല്ലാം അപകടമാണ്. നിങ്ങൾക്ക് തോന്നുന്നു ഒരു പഴഞ്ഞ മനുഷ്യനായതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ആയിരിക്കാം. പക്ഷേ സത്യമാണ്. ഈ മൊബൈൽ ചാറ്റിങ്, ഈ ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പ് എല്ലാം അപകടത്തിലേക്കാണ്. എല്ലാം അപകടത്തിൽ. ദൈവത്തിന് സ്തോത്രം. സൂക്ഷിക്കണം. പക്ഷേ വേണ്ടേ, കമ്പ്യൂട്ടർ വേണ്ടെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് സഹായം നല്ലതാണ്. പക്ഷേ അത് വേണ്ടാതിനത്തിൽ ഉപയോഗിക്കരുത്. നല്ല മൂർച്ചയുള്ള ബ്ലേഡ് നല്ലത് തന്നെയല്ലേ. പക്ഷേ ആ ബ്ലേഡ് കൊണ്ട് കഴുത്ത് മുറിച്ചാലോ കൈത്തണ്ട് മുറിച്ചാലോ നാശം, അപകടം. ബ്ലേഡ് നല്ലതായതുകൊണ്ട് ഷേവ് ചെയ്യാം. നല്ല ബ്ലേഡ്, മൂർച്ചയുള്ള ബ്ലേഡ്. അതുകൊണ്ട് ബ്ലേഡിന് കുറ്റമല്ല, ഉപയോഗിക്കുന്നതിന് കുറ്റമാണ്. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് തെറ്റില്ല. പക്ഷേ കമ്പ്യൂട്ടർ ഗെയിമിലേക്ക് പോകരുത്. കമ്പ്യൂട്ടർ ഗെയിമിങ് ഇതൊക്കെ അനേകം കുട്ടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പിശാചിൻ്റെ കെണികളാണ്. പിശാച് വിജയിക്കുന്ന ചില കുതന്ത്രങ്ങളാണിത്. അപകടമാണ്. ഈ കമ്പ്യൂട്ടറിൽ കൂടിയുള്ളതായ അനേകം ചീത്ത പടങ്ങൾ, ഇൻ്റർനെറ്റിൽ കൂടിയുള്ള പടങ്ങൾ ഒന്നും കാണുക പോലും ചെയ്യരുത്. ഒന്നും കണ്ടിട്ട് വേണ്ടാന്ന് നിൽക്കാനില്ല. അത് എന്താണെന്ന് അറിയാൻ പോലും നോക്കണ്ട. പറ്റുമോ നിങ്ങൾക്ക്? എനിക്ക് കമ്പ്യൂട്ടറുണ്ട്. ഭാഗ്യവശാൽ അങ്ങനെയുള്ള സൈറ്റുകളെന്തും ഉണ്ടോ എന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. നോക്കാൻ എനിക്ക് തോന്നുന്നില്ല. നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സാറിന് സാധിക്കുമായിരിക്കും. പക്ഷേ ഇത് ഒരു വിരസമായിരിക്കുന്ന സമയത്ത് നോക്കിപ്പോയാൽ തെറ്റുണ്ടോ? ഉണ്ട് മോനെ, തെറ്റുണ്ട്. എത്ര വിരസമായ സമയത്താണെങ്കിലും അത് നോക്കിപ്പോകരുത്. ചീത്തപ്പടങ്ങൾ കണ്ടുപോകരുത്. മ്ലേച്ഛചിത്രങ്ങൾ കണ്ടുപോകരുത്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ലൈംഗിക വികാരത്തെ ഉണർത്തുന്നതായി യാതൊന്നും കണ്ടുപോകരുത്. ലൈംഗിക വികാരത്തെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതായി യാതൊന്നും നീ കണ്ടുപോകരുത്. കണ്ണിൽ കൂടി പിശാച് കയറി വരും. നിങ്ങളുടെ നാവിൽ കൂടി പിശാച് കയറി വരും. മറ്റുള്ളവരുടെ നാവിൽ കൂടി പിശാച് കയറി വരും. നിങ്ങളുടെ കാതിൽ കൂടി പിശാച് കയറി വരും. നിങ്ങളുടെ കൈകളിൽ കൂടെയും കാലുകളിൽ കൂടെയും പിശാച് കയറി വരും.
ഓരോ ജ്ഞാനേന്ദ്രിയത്തിൽ കൂടി പിശാച് നിങ്ങളെ ആക്രമിക്കും. സാത്താൻ്റെ ബന്ധനം, ദൈവത്തിന് സ്തോത്രം, പൈശാചിക ബന്ധനം. സഹോദരങ്ങളെ, ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ പലരുടെയും ജീവിതത്തിലുള്ള തെറ്റുകളാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ കുറ്റമില്ലാത്തൊരു ജീവിതം നയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം വരുന്നുണ്ടോ? ഒരു തെറ്റുമില്ലാത്ത ജീവിതം നയിക്കണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്കൊരു പാവവും വരാതെ എനിക്ക് ജീവിക്കണം, ഒരു പാവവും വരാതെ എനിക്ക് ജീവിക്കണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്തോത്രം. ഒരു കാരണവശാലും ഒരു പാവവും എന്നെ തുടരുത്, യാതൊരു കാരണവശാലും. 10 പൈസയുടെ ക്രമക്കേട് എനിക്ക് വരരുത്. ദൈവം ആഗ്രഹിക്കാത്ത 10 രൂപ എൻ്റെ കയ്യിൽ വരരുത്. ദൈവം ആഗ്രഹിക്കാതെ 10 രൂപ ഞാൻ ചെലവഴിക്കാൻ ഇടവരരുത്. ചില നിഷ്ഠകൾ വേണം ജീവിതത്തിന്, ചില നിഷ്ഠകൾ, ചില നിർബന്ധമായ ചില ഡിസിപ്ലിൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വേണം, ചില നിഷ്ഠകൾ വേണം. ആവശ്യമില്ലാതെ ഒന്നും ചെലവഴിക്കില്ല. കയ്യിൽ പൈസയുണ്ട്, ധാരാളമായി ചെലവഴിക്കാൻ തോന്നും. വേണ്ട, നീ തന്നെ അധ്വാനിച്ച് അതിൻ്റെ ഉപജീവനം നേടുക, നീ തന്നെ അധ്വാനിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ കൂട്ടായ്മയിലുള്ള അനേകം പേര് ഇതുപോലെ അധ്വാനിക്കുന്നവരുണ്ട്, പാവത്തിന് സ്വാതന്ത്ര്യം നേടിയവരുണ്ട്, പിശാചിൻ്റെ കെട്ടുകൾ പൊട്ടിച്ചെടുത്തവരുണ്ട്, സാത്താൻ്റെ ബന്ധനങ്ങൾ കീഴ്പ്പെടാത്ത നിൽക്കുന്നവരുണ്ട്. എന്തൊരു ഭാഗ്യമാണെന്നോ, എന്തൊരു അനുഗ്രഹമാണെന്നോ. അവരുടെ ജീവിതം മേൽക്കുമേൽ തഴച്ചു വളരുന്നത് ഞാൻ കാണാറുണ്ട്. മേൽക്കുമേൽ തഴച്ചു വളരുന്നു, മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു. അനേകരുടെ ജീവിതം, ഒരാളുടെ അല്ല, അനേകരുടെ ജീവിതം. പ്രിയപ്പെട്ടവർ, നിങ്ങളെ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലും ഇരിക്കുക. ഒരു കാരണവശാലും ഇനി പിശാചിന് ഇടം കൊടുക്കുകയില്ല. പിശാചിന് ഞാൻ ഒരിക്കലും ഇടം കൊടുക്കുകയില്ല, ഒരിക്കലും ഇടം കൊടുക്കുകയില്ല. ആ ഒരു തീരുമാനം നിങ്ങൾക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. ഈ പ്രേമബന്ധങ്ങൾ ഒരിക്കലും പാടില്ല. നിങ്ങൾക്ക് തോന്നും എന്തൊക്കെ പറയുന്നത്, സുശേഷം പറഞ്ഞ പോരെ. ശരിയാണ്, ഞാൻ പറയട്ടെ. അനേകം വ്യക്തിത്വങ്ങൾ ഇന്ന് തീരാശാപത്തിലാണ്. അനേകം വ്യക്തിത്വങ്ങൾ ഇന്ന് ശാപത്തിൻ്റെ ഭീകരമായ ഉരുക്കുമുഷ്ടിയിൽ ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാപകരമായ കാര്യം. യൗവനത്തിന് തിളപ്പ് കൊണ്ട് ഈ പ്രേമവും പ്രണയവും ഒക്കെ കൊള്ളാമെന്ന് തോന്നും. ഇൻഫാച്യുവേഷൻസ്, യൗവനത്തിൻ്റെ തിളപ്പുള്ള പ്രായത്തിൽ കൊള്ളാമെന്ന് തോന്നും. ഒരു സുഖമല്ലേ എന്ന്, എന്താ നല്ലതല്ലേ, ഒരു രസമല്ലേ, അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട പ്രായമല്ലേ. പിന്നെ അത് ആ പ്രായം കിട്ടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പ്രായമൊക്കെ കടന്നു പോകുന്നതാണ്, ഈ യൗവനപ്രായമൊക്കെ കടന്നു പോകുന്നതാണ്. ഇപ്പോൾ വാർദ്ധക്യമായി, ഞാനും യൗവനപ്രായമൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ്. 16, 17, 18, 19, 20, 21 വയസ്സൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ്. ഭാഗ്യവശാൽ ഏതാകളിലേക്കൊന്നും പോകാനിട വന്നില്ല. ഒരു ചിന്തയിൽ പോലും പാളിച്ച് വരാതെ കർത്താവിനെ കാത്തു. സ്തോത്രം. കർത്താവ് കൃപയാൽ എന്നെ കാത്തു. അത് ദൈവത്തിൻ്റെ കൃപ. അത് എൻ്റെ ക്രെഡിറ്റ് അല്ല, എൻ്റെ മേന്മ കൊണ്ടല്ല. കർത്താവ് എന്നോട് എന്തോ വാത്സല്യം തോന്നി. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് ചെയ്യാതെ കർത്താവിനെ കാത്തു. ദൈവത്തിന് സ്തോത്രം. ആദ്യകാലത്തൊക്കെ 64 കോളേജ് തുടങ്ങിയപ്പോൾ മുതൽ 73 വരെയുള്ള കാലങ്ങളിൽ, അന്നൊക്കെ ഞാൻ ചെറുപ്പമല്ലേ, തീരെ ചെറുപ്പം. അന്ന് വിദ്യാർത്ഥിനികളുടെ ഒരു വീരപുരുഷനായിരുന്നു ഞാൻ. ഇവിടെ പ്രിൻസിപ്പൽ അച്ഛൻ്റെ ഏറ്റവും പ്രിയനായിരുന്നു ഞാൻ. അച്ഛൻ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരുന്നത്. ഒരു പ്രിൻസിപ്പൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അന്നേ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. അനേക അധ്യാപകരെ നിയമിക്കുമ്പോൾ അവർക്ക് ഈ നിയമനം ഓർഡർ കൊടുക്കുന്ന ഞാനായിരുന്നു എല്ലാം. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം ഞാൻ ഒരു വീരപുരുഷനായിട്ട് കഴിയായിരുന്നു. പക്ഷേ ആ കാലങ്ങളിലും അരുതായികളിലേക്ക് പോകാൻ തോന്നിയില്ല, ഒരിക്കലും തോന്നിയില്ല. അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ അച്ഛൻ എന്നോട് ഒരു വാത്സല്യം തോന്നിയതും. യോനാസാറിനെ വിശ്വസിക്കാൻ കൊള്ളാമെന്നത് അച്ഛന് തോന്നി. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെട്ടു. ഞാനത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു പോയതാണ്. ഞാൻ തികഞ്ഞമായി നല്ല പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ഇന്നുവരെയും കർത്താവ് നിർത്തി. ആ യൗവനപ്രായത്തിലൊന്നും അരുതായികളിലേക്ക് പോകാൻ വന്നില്ല. വിദ്യാർത്ഥികളുടെയും എല്ലാം ഒരു ഹരമായിരുന്നു ഞാനന്ന്. എനിക്കറിയാം, അനേകം വിദ്യാർത്ഥികളുടെ അടുക്കൽ വരുമായിരുന്നു സംസാരിക്കാൻ. അരുതാത്തൊരു ചിന്ത പോലും എൻ്റെ ഉള്ളത്തിൽ കൂടെ വന്നിട്ടില്ല, ഒരു ചിന്തയുടെ കണിക പോലും വന്നിട്ടില്ല. സ്തോത്രം. തീരെ ചെറുപ്പമല്ലേ, കണിക വരാമല്ലോ, വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഓൾറൈറ്റ് ചെയ്യുന്നല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അറ്റ് എനി കോസ്റ്റ് ഒരു കാരണവശാലും ഞാൻ പാവം ചെയ്യുകയില്ല. ഒരു തീരുമാനം വേണം. ഒരു കാരണവശാലും അതിനിടം കൊടുക്കുകയില്ല. പാപത്തിൻ്റെ ബന്ധനം, 2 സാത്താൻ്റെ ബന്ധനം. ഇന്ന്
ഈ വാക്കുകളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സാത്താൻ്റെ ബന്ധനത്തിൽ ഏതിലെല്ലാം കുടുങ്ങിയിരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഏതെല്ലാം ദുശ്ശീലങ്ങളാണ് കുടുങ്ങിയിരിക്കുന്നത്, ഏതെല്ലാം ചീത്ത സ്വഭാവങ്ങളാണ് നിങ്ങൾക്കുള്ളത്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത സ്വഭാവമുണ്ടോ? മാതാപിതാക്കളെ അനുസരിക്കാത്ത സ്വഭാവമുണ്ടോ? ഞാൻ ഈയിടെ വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യമാണത്. അനേകം മക്കളും അറിയുന്നില്ല മാതാപിതാക്കളെ ബഹുമാനിച്ചില്ലെങ്കിൽ വരാവുന്ന ആപത്ത് എന്തായെന്ന്. അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ലെങ്കിൽ ആപത്ത് വരും. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഈ ഭൂമിയിൽ ദീർഘായുസ്സോടിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടെ ആദ്യ കൽപ്പനയാകുന്നു. നിനക്ക് ഭൂമിയിൽ നന്മയുണ്ടാകുവാൻ നീ ഈ ഭൂമിയിൽ ദീർഘായുസ്സോടിപ്പാൻ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടെ ആദ്യ കൽപ്പനയാകുന്നു. അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ നിനക്ക് ഭൂമിയിൽ നന്മയുണ്ടാകും. അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. കാര്യം ഗൗരവമാണ്. അനേകർ മധ്യപ്രായത്തിൽ ആക്സിഡൻറ്റ് മൂലം മറ്റു കടന്നു പോകുമ്പോൾ എല്ലാം അതുകൊണ്ടായിരിക്കണമെന്നില്ല, പലതും. അല്ലെങ്കിൽ പെട്ടെന്ന് മാരകമായ രോഗം വരുമ്പോൾ എല്ലാം അതുകൊണ്ടായിരിക്കണമെന്നില്ല, പലതും. മാതാപിതാക്കളെ അനുസരിക്കാത്തതുകൊണ്ടും മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതുകൊണ്ടും അവരുടെ ജീവിതത്തിൽ വരുന്ന ശാപം മൂലമാണ് ഈ അപകടങ്ങൾ വരുന്നത്. എല്ലാവരുടെയും കാര്യം അങ്ങനെ ആയിരിക്കണമെന്നില്ല. മക്കളെ, നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും ഈ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടെ ആദ്യ കൽപ്പനയാകുന്നു. ആദ്യ കൽപ്പന. ആ കൽപ്പനയിൽ വാഗ്ദത്വമുണ്ട്. നിനക്ക് നന്മയുണ്ടാകും, ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കും. വാഗ്ദത്വമുണ്ട്. മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ സ്വഭാവം കൊണ്ട് അപ്പനമ്മയും കരയാനിട വരരുത്. അപ്പനമ്മയും രഹസ്യത്തിൽ കരയാനിട വരരുത്. മോൻ കാണുക അല്ലെങ്കിൽ മോൾ കാണുക കരഞ്ഞൊന്നും വരികയില്ല. പക്ഷേ അവിടെ ഹൃദയം ഇങ്ങനെ തീ നിന്നുകൊണ്ടിരിക്കേണ്ട വരരുത്. നിങ്ങളുടെ ചില ദുശാഠ്യങ്ങൾ മൂലം, നിങ്ങളുടെ ചില പെരുമാറ്റങ്ങൾ മൂലം, നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ ചില പാകപ്പിഴകൾ മൂലം മാതാപിതാക്കൾക്ക് വേദന വരേണ്ട വരരുത്. അവരുടെ ഹൃദയം നോവരുത്. ദൈവത്തിന് സ്തോത്രം. അമ്മയെ ബഹുമാനിക്കൂ, അപ്പനെ ബഹുമാനിക്കൂ, സ്നേഹിക്കൂ, അനുസരിക്കൂ. അവർക്ക് പക്ഷേ നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും കഴിവില്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും ലോകപരിജ്ഞാനമില്ലായിരിക്കാം. സാരമില്ല. അപ്പനെയും അമ്മയും ബഹുമാനിച്ചു കൊള്ളുക. അപ്പനും അമ്മയും മരിച്ചു പോയാലോ? ഇപ്പോൾ കാര്യം മനസ്സിലായി, പക്ഷേ അപ്പനും അമ്മയില്ലല്ലോ. നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞുകൊള്ളുക. കർത്താവേ, നല്ല നല്ല കാലങ്ങൾ എനിക്ക് അവസരം കിട്ടിയത് നഷ്ടപ്പെടുത്തി. എൻ്റെ അപ്പനെ ബഹുമാനിക്കേണ്ട അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി. എൻ്റെ അമ്മയെ ആദരിക്കേണ്ട അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി. കർത്താവെ, തന്മൂലം എനിക്ക് നന്മകൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവെ, എൻ്റെ ദീർഘായുസ് മാറുമെന്ന് എനിക്കറിയാം. ഞാൻ പ്രായമാകുന്നതിന് മുമ്പ് ഞാൻ കടന്നു പോകാനിടയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവെ, അതുകൊണ്ട് ഞാൻ എനിക്ക് വന്ന പാവങ്ങളെല്ലാം തിരുമുമ്പായി ഞാൻ ഏറ്റു പറയുന്നു. എനിക്ക് ക്ഷമിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇടം കൊടുത്ത് പൈശാചികൻ്റെ ശാപത്തിന് കീഴായാൽ, പൈശാചിൻ്റെ ബന്ധനത്തിന് കീഴിലായാൽ വലിയ അനർത്ഥമാണ്, വലിയ അപകടമാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ഒരിക്കൽ രക്ഷകർത്താവ് വന്നു, എൻ്റെ അടുക്കൽ വന്നു. അന്ന് ഞാൻ കോളേജ് പ്രിൻസിപ്പലായിരിക്കുമ്പോഴാണ്. സാറ് ഒന്ന് എൻ്റെ മകനെ ഉപദേശിക്കണം. ആളാരെന്ന് എനിക്കറിയാൻ പാടില്ല, ഓർക്കുന്നില്ല. എൻ്റെ മകനെ സാറൊന്ന് ഉപദേശിക്കണം. എനിക്ക് ഉപദേശിക്കാൻ പറ്റില്ല, കാരണം അവൻ എന്നോട് ദേഷ്യപ്പെടും. എന്നോടെനിക്ക് തിരിച്ചെന്നെ തല്ലാൻ മടിക്കില്ല. സാറ് ഒന്ന് അവനെ ഉപദേശിക്കണം. സാറിന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, സാറിനോട് അവനെ ഒത്തിരി ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സാറൊന്ന് ഉപദേശിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉപദേശിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ നല്ലതല്ല, ഒരിക്കലും അപ്പനെ വേദനിപ്പിക്കരുത്, അപ്പന് വിഷാദം തോന്നത്തക്കണം പെരുമാറരുത്, എൻ്റെ സ്വഭാവം നന്നാകണം. ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അവനത് അനുസരിച്ചോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഏതായാലും പറഞ്ഞു കൊടുക്കാനുള്ള ഞാൻ പറഞ്ഞു കൊടുത്തു. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യുമോ? നിങ്ങൾ തിരിഞ്ഞു നോക്കണം. എൻ്റെ മാതാപിതാക്കളെ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? അവരുടെ ഉള്ളിൽ നോവാൻ തോന്നിയിട്ടുണ്ടോ? അവരെന്നോട് ദേഷ്യപ്പെട്ടില്ലായിരിക്കാം. അവരുടെ ആ സന്മനസ്സുകൊണ്ടും സംസ്കാര ഭദ്രത കൊണ്ടും ഒരുപക്ഷെ അവരെന്നെ വേദനിപ്പിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവില്ല, എന്നെ ശിക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാലും ദൈവമേ, നീ എല്ലാം കണ്ടല്ലോ, നീ അറിയാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എൻ്റെ മാതാപിതാക്കളെ ഞാൻ അനുസരിക്കാത്തതും എൻ്റെ ജീവിതത്തിൽ ധിക്കാര സ്വഭാവം വന്നതും അഹങ്കാരം വന്നതും എല്ലാം നീ കണ്ടല്ലോ. എൻ്റെ മേലത് കൃത്യമായി കണക്കിടല്ലേ, പാവമായി കണക്കിടല്ലേ. കർത്താവേ, എൻ്റെ ആ ബന്ധനം അഴിച്ചു തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ബന്ധനം അഴിഞ്ഞു കിട്ടണം. ദൈവത്തിന് സ്തോത്രം. എല്ലാ ബന്ധനങ്ങളും അഴിയുക, എല്ലാ നുഖത്തെയും തകർക്കുക. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അത് ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ.
എബ്രഹാം ലിങ്കൺ പ്രസിദ്ധനായ പ്രസിഡൻ്റായിരുന്നു, വളരെ പ്രസിദ്ധനായ പ്രസിഡൻറ്റ്. എബ്രഹാം ലിങ്കൺ ആദ്യമായിട്ട് പ്രസിഡൻ്റാകുന്ന സമയത്ത് ജെറ്റിസ്ബർഗിൽ വെച്ചൊരു പ്രസംഗം ചെയ്തു. പ്രസിദ്ധമായ പ്രസംഗമായിരുന്നു ജെറ്റിസ്ബർഗിലെ പ്രസംഗം. എബ്രഹാം ലിങ്കൺ പറഞ്ഞു, എൻ്റെ സകല നന്മകൾക്കും എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉന്നമനത്തിനും മുഖാന്തരമായി തീർന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ ഞാൻ ആദരിക്കുന്നു, എൻ്റെ അമ്മയെ ഞാൻ ബഹുമാനിക്കുന്നു, എൻ്റെ അമ്മയെ ഞാൻ അനുസരിക്കുന്നു. പരസ്യമായി ഞാൻ പറയുകയാണ്, എൻ്റെ അമ്മ മൂലമാണ് ഞാൻ ഈ ഉന്നതമായ പദവിയിലെത്തേണ്ടതായത്. ഇബ്രാഹിം ലിങ്കൺ പറഞ്ഞു, അമ്മമാരെ, നിങ്ങൾക്ക് ഒരു ചുമതലയുണ്ട്. മക്കൾ നിങ്ങളെക്കുറിച്ച് പിൽക്കാലത്ത് നല്ലത് പറയേണ്ട വരണം. എൻ്റെ അമ്മ കാരണം ഞാൻ നല്ലവനായി തീർന്നു. എൻ്റെ അമ്മ കാരണം ഞാൻ ബുദ്ധിയുള്ളവനായി തീർന്നു. എൻ്റെ അമ്മ കാരണം ഞാൻ പഠിക്കുന്നതിനായി തീർന്നു പറയണം. കുടുംബത്തിൽ അന്യോന്യം സൗഹൃദം വളർത്തണം. നിങ്ങളുടെ നിമിഷം ചിന്തിക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ വാസ്തവമായ സൗഹൃദമുണ്ടോ? വാസ്തവമായ സ്നേഹമുണ്ടോ? വാസ്തവമായ ഐക്യമുണ്ടോ? നിങ്ങളിന്ന് എല്ലാ തിന്മയോടും എന്നേക്കുമായി യാത്ര പറയണം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം, കർത്താവേ, ഞാൻ മൂലം ഇനി എൻ്റെ വീട്ടിൽ ഒരു കലഹം ഉണ്ടാവുകയില്ല. ഞാൻ മൂലം എൻ്റെ മാതാപിതാക്കൾക്ക് വ്യസനിക്കേണ്ട വരുത്തുകയില്ല. ഞാനൊരാൾ മൂലം എൻ്റെ കർത്താവ് ദുഃഖിക്കേണ്ട വരുത്തുകയില്ല. ഞാൻ മൂലം ആർക്കും ദുഃഖം വരികയില്ല. ഐ വിൽ എവർ ബി എ പ്രോബ്ലം സോൾവർ. ഐ വിൽ നോട്ട് ബി എ പ്രോബ്ലം മേക്കർ. ഞാൻ പ്രോബ്ലം ഉണ്ടാക്കുന്നവനല്ല, ഞാൻ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഞാൻ നിൽക്കും. ഐ വിൽ എവർ ബി എ പ്രോബ്ലം സോൾവർ. പ്രോബ്ലം സോൾവ് ചെയ്യുന്നയാൾ. ഞാൻ എന്നും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായിരിക്കും. ഐ വിൽ നെവർ ബി എ പ്രോബ്ലം മേക്കർ. ഒരിക്കലും ഞാൻ പ്രോബ്ലം മേക്കറായിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം സതുപദേശങ്ങളാണ്. സാത്താനെ ബന്ധനം അഴിയാനുള്ള മാർഗ്ഗങ്ങളാണ് പറഞ്ഞത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധനങ്ങൾ അറിയുക. ഇനിയും പറയാനുണ്ട്, ചില പോയിൻറ്റുകൾ പറയാനുണ്ട്, പിന്നാലെ പറഞ്ഞുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്യണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജാകരമായ പലതും സംഭവിച്ചു പോയി. എനിക്ക് ഇപ്പോൾ നാണം തോന്നുന്ന പല കാര്യങ്ങളും സംഭവിച്ചു പോയി. വേണ്ട എന്ന് എനിക്ക് തോന്നുന്ന പല കാര്യങ്ങളും സംഭവിച്ചു പോയി. എൻ്റെ വാക്കുകളിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി. കർത്താവേ, ചില ഞാൻ ചതിച്ചു പോയി, ചില ഞാൻ വഞ്ചിച്ചു പോയി. എൻ്റെ വാക്കുകളാൽ ഞാൻ പലരെയും മുറിപ്പെടുത്തിപ്പോയി. എൻ്റെ ഭാര്യയെ എൻ്റെ വാക്കുകളാൽ ഞാൻ മുറിപ്പെടുത്തിപ്പോയി. എൻ്റെ ഭർത്താവിനെ എൻ്റെ വാക്കുകളെ മുറിപ്പെടുത്തിപ്പോയി. എൻ്റെ കർത്താവേ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ മുറിപ്പെടുത്തിപ്പോയി. എന്നോട് ക്ഷമിക്കണം കർത്താവേ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് കർത്താവേ, ഈ പാവങ്ങളെല്ലാം മാറി ഞാൻ പൂർണ്ണ വിശുദ്ധിയോടെ കടന്നു വരാനിരിക്കുന്ന ഈ ഭാഗ്യം തരണമേ. അതിന് എപ്പോഴാണ് മരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ തന്നെ ഞാൻ തിരുമുമ്പാകെ എന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾ പറയണമെന്ന് കർത്താവിനോട്. ഇന്ന് ഇപ്പോൾ തന്നെ യേശുവേ, ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ ബന്ധങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ തന്നിഷ്ടങ്ങളെല്ലാം വിടുന്നു. എൻ്റെ ധിക്കാര മനോഭാവം എല്ലാം വിടുന്നു. എൻ്റെ അഹങ്കാരം എല്ലാം വിടുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലുള്ള ഈർഷ്യയും മുഷ്ടിലും പരിഭവവും പരാതിയും എല്ലാം വിടുന്നു. എല്ലാ പാവത്തെയും വിടുന്നു. എല്ലാ ദുശ്ശീലങ്ങളെയും ഞാൻ വിടുന്നു. പിശാചിന് അവകാശങ്ങളെല്ലാം ഞാൻ യാത്ര പറയുന്നു. എല്ലാം വിട്ടുകളയുന്നു. ഒന്ന് മാത്രം എനിക്ക് എൻ്റെ യേശു മതി. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാമോദീസായിൽ പറഞ്ഞതായ സമർപ്പണം നിങ്ങളിപ്പോൾ സ്വന്തം നാവെടുത്ത് പറയണം. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സ്തോത്രം. സ്വന്തം ഹൃദയത്തിൽ നിന്ന് വരണം. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സ്വന്തം ഹൃദയത്തിൽ നിന്ന് വരണം. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. നാഥായി കണ്ട അനേകം വർഷങ്ങളായി സാത്താനെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. പിശാചിൻ്റെ ബന്ധങ്ങൾ അഴിപ്പാനോട് ക്രൂസിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാവം പോക്കിനെ ശുദ്ധീകരിക്കുന്നതിന് വിശ്വസിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, ഇപ്പോൾ സാത്താൻ്റെ ബന്ധങ്ങൾ അഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, നീ എനിക്കിന്ന് സ്വാതന്ത്ര്യം തന്നാൽ ഇനിമേൽ ഞാൻ പാവമില്ലാതെ ജീവിക്കുമെന്ന് വാക്ക് പറയുന്നു. നാഥ, ഇനിയുള്ളതായ ജീവിതം പാവമില്ലാത്ത ജീവിതമായിരിക്കുമെന്ന് നിന്നോട് വാക്ക് പറയുന്നു. എൻ്റെ സമർപ്പണം നീ സ്വീകരിക്കണമേ. ഈ ശബ്ദം നീ കൈക്കൊള്ളണമേ. എൻ്റെ ഈ പ്രതിജ്ഞ നീ കേൾക്കണമേ കർത്താവേ. മരണത്തോളം ഒരു വിശുദ്ധ പൈതലായി ഞാൻ നിൽക്കുമെന്ന് ദൈവത്തോട് വാക്ക് പറയുന്നു. യേശു ക്രിസ്തുവിന് സമാധാനം തരുന്ന ദൈവപൈതലായി നിൽക്കുമെന്ന് ഞാൻ വാക്ക് പറയുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ആശ്വാസം പകരുന്ന മകനായി മകളായി നിൽക്കുമെന്ന് ഞാൻ വാക്ക് പറയുന്നു. യേശുവേ, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. യേശുവേ, ഞാൻ മിശിഹായെ സ്വീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സ്വർഗത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാൻ നൽകി നിങ്ങളുടെ മേൽ പകരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ പറന്ന് നിങ്ങളുടെ തലകളിൽ വന്നിരിക്കട്ടെ. പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് പറന്നു വന്ന് നിങ്ങളുടെ തലമേലിരുന്ന് ആ പരിശുദ്ധാത്മാവ് എന്ന പ്രാവ് ഹൃദയത്തിലേക്ക് ആഴത്തിൽ ചൂഴ്ന്നിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശാപങ്ങൾ മാറ്റട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബന്ധനം കഴിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സ്വാധീനം തരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ ഭർത്താവിനെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാ നന്മകളാൽ നിങ്ങൾ നിറയ്ക്കട്ടെ. ഹാലലൂയ. എല്ലാ ബന്ധങ്ങൾ കഴിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. എല്ലാ ബന്ധങ്ങൾ കഴിയട്ടെ. ഹാലലൂയ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ പ്രവർത്തിക്കണമേ കർത്താവേ. യേശുവേ സംസാരിക്കണമേ കർത്താവേ. യേശുവേ എഴുന്നള്ളി വരണമേ കർത്താവേ. യേശുവേ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം പകരണമേ കർത്താവേ. എല്ലാവരുടെ മേലും തർക്കം വെക്കണമേ കർത്താവേ. യേശുവിൻ്റെ ആണിപ്പാടുള്ള കാര്യം കർത്താവ് ഓരോരുത്തരും വെക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നെന്ന് ഓരോരുത്തർക്ക് അനുഭവമാക്കി തീർക്കണമേ കർത്താവേ. ആ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടണമേ കർത്താവേ. തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി, തിരക്തത്തിൻ്റെ അമാനുഷിക ശക്തി, തിരക്തത്തിൻ്റെ സ്വർഗീയ ശക്തി ഓരോരുത്തരുടെ മേൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരുടെ ശക്തി പ്രാപിക്കണമേ കർത്താവേ. ഉൾക്കരുത്തില്ലാവരും ധൈര്യപ്പെടുത്തണമേ കർത്താവേ. ബലഹീനരെ താങ്ങുവേൻ കർത്താവേ. അവിടെ അത്ഭുതം പ്രവർത്തിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ പ്രവർത്തിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.